കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ നമുക്കൊപ്പം ചേരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. 40 ദിവസത്തോളമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. 2 MPമാരുടെ മത്സരമാണ് കോഴിക്കോട് നടക്കുന്നത്. എന്തൊക്കെയായിരിക്കും പ്രചാരണ വിഷയങ്ങൾ? പ്രചാരണ വിഷയം ജനങ്ങൾ നേരിടുന്ന ജീവൽ പ്രശ്നങ്ങളാണ് പ്രധാനം. ഒന്ന് വിലക്കയറ്റം തന്നെയാണ്, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ഈ നാടിൻ്റെ വികസന പദ്ധതികൾ, പിന്നെ ദേശീയ രാഷ്ട്രീയം. ദേശീയ രാഷ്ട്രീയത്തിൽ BJP ഗവൺമെൻറ് ഇന്ന് സ്വീകരിക്കുന്ന ചില ജനവിരുദ്ധ നയങ്ങളുണ്ട്. ജനവിരുദ്ധ നയങ്ങൾ മാത്രമല്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ചില നീക്കങ്ങളുണ്ട്. ഇതെല്ലാം തന്നെയാണ് കാര്യമായി ജനങ്ങളിൽ എത്തിക്കാവുന്ന സന്ദേശങ്ങൾ. ആദ്യഘട്ടത്തിൽ വികസന പ്രശ്നങ്ങളായിരുന്നു പ്രധാനമായ ചർച്ചാ വിഷയം. പക്ഷേ ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇടതുപക്ഷം വലിയ തരത്തിൽ പ്രചാരണ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിലേതെങ്കിലും തരത്തിലുള്ള ആകുലതകളുണ്ടോ? ഒന്നുമില്ല, അതൊന്നും അങ്ങനൊരു വിഷയം. അത് CPM കാണുന്ന രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 10 വോട്ടുകൾ എങ്ങനെ കിട്ടും? സാധാരണഗതിയിൽ CPM സ്വീകരിക്കുന്ന ചില അടവ് നയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. അല്ലാതെ മതന്യൂനപക്ഷങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല, ഒന്ന് അവരോടുള്ള ഒരു വൈകാരിക ബന്ധം കൊണ്ടൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 10 വോട്ട് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും, അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ CPM ഈ പൗരത്വ നിയമം ഉയർത്തിപ്പിടിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പൗരത്വ നിയമത്തിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാർക്കെതിരെ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അത് ഒരിക്കലും ശരിയല്ല. അങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ പറ്റുമോ? ഈ പാർലമെൻ്ററി പ്രൊസീഡിങ്സ് നോക്കിയാൽ കാണാൻ സാധിക്കുമല്ലോ. പോയാൽ അന്ന് ഞങ്ങൾ കേരളത്തിലെ MPമാരും കോൺഗ്രസിലെ എല്ലാ MPമാരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ബില്ലിനെതിരെ സഭയിൽ ശബ്ദമുയർത്തി മുദ്രാവാക്യം വിളിച്ചു, അമെൻമെൻറ്റ് കൊടുത്തു. ഞങ്ങളെല്ലാം ഏറ്റവും ശക്തമായി എതിർത്ത ആളാണ് ഞങ്ങൾ. ഇത് പകൽ പോലെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരിക്കലും ആർക്കും സാധ്യമല്ല. വടകരയിൽ ഇപ്പോൾ പ്രധാന പ്രചാരണ വിഷയമായി ഉയർന്നു വരുന്നത് TP വാദം തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ കോഴിക്കോടിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് കൊടിസുനിക്ക് ഭക്ഷണം നൽകിയ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇന്നലെ വടകര ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. അതെങ്ങനെയാണ് കോഴിക്കോട് ബാധിക്കുക? അത് TP വധം എന്ന് പറയുന്നത് അത് ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. കേരളത്തിൽ എല്ലായിടത്തും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും. കാരണം ഈ നടത്തിയ ക്രൂരമായ കൊല, ആ കൊലയിലെ പ്രതികളെല്ലാം തന്നെ ശിക്ഷിക്കപ്പെട്ടു. ഇനി അതിൻ്റെ കോൺസ്പിറസിക്ക് വേണ്ടിയാണ് കേസുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ സമാധാനം ആഗ്രഹിക്കുന്ന, സ്വൈര്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുകളിൽ ഇതൊരു വിഷയം തന്നെയാണ്. ഇതിപ്പോൾ കൊലപാതകങ്ങൾ, ഇപ്പോൾ TP മാത്രമല്ല, സിദ്ധാർത്ഥൻ്റെ കൊല അത് തീർത്തും കൊലയാണ്. സിദ്ധാർത്ഥൻ്റെ 3 ദിവസം രഹസ്യ വിചാരണ നടത്തി ബെൽറ്റ് പൊട്ടുവോളം അടിച്ച കുട്ടിയെ, കുടിക്കാൻ വെള്ളം കൊടുത്തില്ല, ഒടുവിലെ കുട്ടി കൊല്ലപ്പെടുന്ന ആലോചിക്കണം. ഇത് കേരളത്തിലെ രക്ഷിതാക്കളുടെ മനസ്സിൽ ഒരു ഈ നൊമ്പരമായി മാറിയിരിക്കുകയാണ്, നീറ്റലായി മാറിയിരിക്കുകയാണ്. കാരണം കുട്ടികളെ സ്കൂളിൽ കോളേജിൽ എന്തിനായിരിക്കുന്നു? പഠിക്കാനാണ്. ഒരു അച്ഛനമ്മക്ക് കുട്ടിയെ നഷ്ടപ്പെട്ടു, ആര് കൊടുക്കും തിരിച്ച കുട്ടിയെ? ഇത് കേരളത്തിലെ പാരൻസിൻ്റെ മനസ്സിൽ ഒരു ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് ഇത്തരം ഈ അക്രമങ്ങൾ, കൊലകൾ, ഇതിനെതിരെ ഉള്ള ഒരു ജനവിധി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. അതായത് കോഴിക്കോട്ട് TP വധം, അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥിൻ്റെ വധം അല്ലെങ്കിൽ മരണം, അതൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് ജനങ്ങളിൽ വന്നു കഴിഞ്ഞല്ലോ. ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. ജനങ്ങളിൽ സ്വാഭാവികമായി വന്നു കഴിഞ്ഞു സാധനം. ഈ ഒരു ചർച്ച തുടങ്ങി, അത് എല്ലാ വീടുകളും വന്നു കഴിഞ്ഞു. എല്ലാ വീടുകളിലും കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ട്, സ്കൂളിൽ പോകുന്നവരുണ്ട്. പേരൻസ് ജീവിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയാണ്, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ കുട്ടി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, ഈ പൂക്കോട് വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അയച്ച ഒരു കുട്ടി ഒരു കുടുംബത്തിൽ നഷ്ടപ്പെടുന്നു. ആരുത്തരം പറയും? വളരെ നന്ദി. കൃത്യമായും പറയുന്നു, കോഴിക്കോട്ട് TP വധവും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥിൻ്റെ മരണം അടക്കമുള്ള വിഷയങ്ങൾ, അക്രമ രാഷ്ട്രീയവും അടക്കമുള്ള വിഷയങ്ങൾ പ്രധാന ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് തന്നെയാണ് MK രാഘവൻ പ്രധാനമായും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ്
മഹേഷ് ബാലിശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.